കേന്ദ്ര സർക്കാരിനെതിരെ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ പ്രതിഷേധം. കൂറ്റനാട് പോസ്റ്റ് ഓഫീസ് ഉപരോധ സമരം തൊഴിലുറപ്പ് തൊഴിലാളി യൂണിയൻ തൃത്താല ഏരിയ സെക്രട്ടറി കെ.പി. ശ്രീനിവാസൻ ഉദ്ഘാടനം ചെയ്തു. തൊഴിലുറപ്പ് തൊഴിലാളികളുടെ തൊഴിൽ മേഖല സംരക്ഷിക്കുക, തൊഴിൽ ദിനം 200 വർദ്ധിപ്പിക്കുക, കൂലി 600 രൂപയാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തൊഴിലുറപ്പ് തൊഴിലാളി യൂണിയൻ നാഗലശ്ശേരി പഞ്ചായത്ത് കമ്മിറ്റി സംഘടിപ്പിച്ച ഉപരോധ സമരം തൊഴിലുറപ്പ് തൊഴിലാളി യൂണിയൻ തൃത്താല ഏരിയ സെക്രട്ടറി കെ.പി. ശ്രീനിവാസൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യ രാജ്യത്ത് ഒരു തൊഴിലുറപ്പ് തൊഴിലാളിക്ക് ശരാശരി പണം കിട്ടുന്നുള്ളൂ. അത് കേരളത്തിലേക്ക് വന്നാലോ? അത് കേരളത്തിലേക്ക് വന്നാൽ 65 ദിവസം. എന്താ കാര്യം? കേരളത്തിൽ നടപ്പിലാക്കുന്ന സംസ്ഥാന ഗവൺമെന്റും ത്രിതല പഞ്ചായത്തുകളും ശരിയായ രൂപത്തിൽ ഇടപെട്ടതിന്റെ കൂടി മുന്നേറ്റമാണ് ഇവിടെ ഈ മാറ്റമുണ്ടാക്കിയത്. ഒരുപക്ഷെ 65% തൊഴിൽ കിട്ടുന്ന ആളുകൾ 100 പണി കിട്ടുന്ന വേറൊരു സംസ്ഥാനം ഉണ്ടാവില്ല. അത് കേരളം മാത്രമാണ്. അപ്പൊ ഞങ്ങൾ പറഞ്ഞു വന്നത്, ഇവിടെ കേന്ദ്ര ഗവൺമെന്റിന്റെ ബജറ്റിൽ അടുത്ത മാർച്ച് മാസ ബജറ്റ് അവതരിപ്പിക്കാൻ പോകുമ്പോ തൊഴിലാളികളുടെ എണ്ണത്തിനനുസരിച്ചുകൊണ്ട് അവർക്ക് കൊടുക്കേണ്ട കൂലി കണക്കാക്കി, മെറ്റീരിയൽ ഫണ്ട് കണക്കാക്കി കൃത്യമായി പണം നൽകാൻ കേന്ദ്ര ഗവൺമെന്റ് തയ്യാറാകണം. പ്രസിഡന്റ് കെ.ടി. മോഹൻദാസ് അധ്യക്ഷനായി. നാഗലശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി. ബാലചന്ദ്രൻ, CPM തൃത്താല ഏരിയ കമ്മിറ്റി അംഗം എ. കുട്ടിനാരായണൻ, യൂണിയൻ പഞ്ചായത്ത് കമ്മിറ്റി അംഗം കെ.വി. സുന്ദരൻ, ജോയിന്റ് സെക്രട്ടറി കെ.വി. മണികണ്ഠൻ എന്നിവർ അഭിവാദ്യം അർപ്പിച്ച് സംസാരിച്ചു. NCV ന്യൂസ് തൃത്താല. പുതുമയണിഞ്ഞ് എടപ്പാൾ. കാലത്തിനൊത്ത മാറ്റവുമായി എടപ്പാളിൽ വിവാഹ വെഡിംഗ് മാൾ, ക്രിസൻ പ്ലാസ ബിൽഡിംഗ്, കുറ്റിപ്പുറം റോഡ്, എടപ്പാൾ.